ദേ ജോക്കുട്ടിയുടെ സ്നോമാൻ കണ്ടു എല്ലാവരും. ഇത് കാണിച്ച സ്നോമാനെ ദേ നോക്കിക്കേ, ഇവിടെ ജോയാക്കിം അയച്ച് തിന്നോണ്ടിരിക്കുന്നു. ദൈവമേ, എനിക്ക് ഇവിടെ ആട്ടോ ഒത്തിരി ഇഷ്ടപ്പെട്ടെ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. സ്നോയാണ് ജോലി ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന സ്നോ ദാ വന്നു കഴിഞ്ഞു കേട്ടോ. ഇന്നിവിടെ ഒരു സ്നോ ആട്ടോ. നമ്മുടെ വെർജീനിയയിൽ അങ്ങനെ എപ്പോഴും സ്നോ ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ. ബട്ട് ഇന്ന് നല്ല അടിപൊളി സ്നോയാണ്. നോക്കി, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാന്. നോക്കിയേ, നമ്മുടെ കാറൊക്കെ കിടക്കുന്നേ മൂടിപ്പോയി. ജോയാക്കിം നോക്കിക്കേ, കാറ് എവിടെ പോയി? ദാ ഇവിടെ കണ്ടോ ജോനു, ദാ ഇവിടെ നോക്കിയേ സ്നോ. ഇതാ താഴേക്ക് നോക്കിക്കേ. ഇനി ഞാൻ ജോലിക്ക് പോകുമ്പോ ഈ കാറൊക്കെ ക്ലീൻ ചെയ്യുന്ന കാണിക്കാം കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഇത് കാണുന്ന പോലെ അല്ല കേട്ടോ. നമ്മൾക്ക് ഈ സ്നോയൊക്കെ തള്ളി കളയാൻ വേണ്ടിട്ട് നല്ല ബുദ്ധിമുട്ടാ. ഹലോ, ഹാപ്പി ആയോ? തന്റെ പ്രാർത്ഥന ഫലിച്ചു കേട്ടു. ഇയാള് ഫുള്ള് പ്രാർത്ഥനയിലായിരുന്നു. സ്നോ വേണം സ്നോ വേണം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നമ്മൾ കുറച്ചു നേരം കഴിയുമ്പോ നമുക്ക് ഇറങ്ങാം കേട്ടോ ജോനു. ഇറങ്ങിയിട്ട് നമുക്ക് സ്നോയിൽ സ്നോമാൻ ഉണ്ടാക്കിയാലോ? ഓക്കെ, ജോയാക്കി വീഡിയോയാ എടുക്കുന്നേ. അമ്മ സ്നോ കണ്ടോ ജോയാക്കി? എന്താണ് ഗ്രാസ് നോക്കിക്കേ എല്ലാവരും. പിന്നെന്തൊക്കെയാ നോക്കണ്ടേ? ഫ്രീസായി. ജോക്കുട്ടി എന്താ നേരത്തെ പറഞ്ഞേ? കൊറോണക്ക് എന്താ പറ്റുന്നെന്ന്? കൊറോണക്ക് എന്ത് പറ്റും? കൊറോണ ഡൈ ആവും കേട്ടോ. എല്ലാരും കേക്കണം. എന്താണ് ജോക്കുട്ടി പറയാ? കൊറോണ ഫ്രീസായി ഡൈ ആവുന്നു ഈ സ്നോയില്. കൊറോണ ഒന്നും കൂടെ നല്ല ഊർജം വെക്കത്തേ ഉള്ളൂ എന്നാ തോന്നുന്നേ. അമേരിക്കയിലെ ആൾക്കാര് വെച്ചോണ്ടിരിക്കുക. കൊറോണക്ക് ജാക്കറ്റ് ഇല്ല. ഒരെണ്ണം മേടിച്ചു കൊടുത്താലോ? ഒരെണ്ണം മേടിച്ചു കൊടുക്കാല്ലേ കൊറോണക്ക്? ദാ നമ്മള് സ്നോയിലേക്ക് ദാ ജോനും ജാക്കിയമ്മ സ്നോ കളിക്കുന്ന കണ്ടോ? ജോനു എന്തായി? എനിക്കിട്ടറിയാണോ? ഏടാ അമ്മക്കിട്ടറിയല്ലേ? ഇത് ജാക്കിമിനിട്ട് അറിഞ്ഞോ? എനിക്കിട്ടറിയല്ലേ ഇറക്കാ? വാവ്, അടിപൊളി ജോനു. എങ്ങനെയുണ്ട്? ഇനി അമ്മക്കിട്ടറിയല്ലേ? എടി അമ്മക്കിട്ടറിയല്ലേടാ? എടി വാവ്, എന്ത് ഭംഗിയാ, അടിപൊളി. പിള്ളേര് ബോൾ ഉണ്ടാക്കി കളിക്കുക നോക്കി. ജോക്കുട്ടി ക്യാച്ച് ചെയ്ത്. വാവ്, നോക്കി. താഴേക്ക് ഇപ്പൊ റോഡ് ഏതാണ് എന്നൊന്നും മനസ്സിലാവുന്നില്ല. ജോനു ദാ ഇവിടെ നോക്കിക്കേ. ദാ ഇവിടെ നടന്നേ ജോനു, നല്ല രസമായിരിക്കും. നടന്നു നോക്കിക്കേ, കണ്ടോ? നമുക്ക് ജോനു എന്ന് എഴുതിയാലോ? ഇത് കണ്ടോ, ഫുഡ് സ്റ്റെപ്സ് കാണുന്നുണ്ടോ? ഇട്ടോ? എന്റെ അമ്മ വീഡിയോയിലേക്കല്ല പോയത്. നമ്മുടെ ഫ്രണ്ട്സിന് ഒരു സ്നോ ഇട്ട് എറിഞ്ഞു കാണിച്ചു കൊടുത്തേ. ഒരു സ്നോ ഇങ്ങോട്ട് എറിഞ്ഞു കാണിച്ചു കൊടുത്തേ. അമ്മയുടെ മേത്തേക്കല്ല. ജോ പോയി. എടീ എന്റെ ഫോണ്. ഫോൺ ശരിയായി. ജോയാക്കിം ഇവിടെ JOACKIM ജോയാക്കിം എഴുതി. ഇനി ഇവിടെ ജോനു എഴുതാൻ പോവാ. ഇങ്ങോട്ടാണോ ജോനു? JO എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ജോയാക്കിം കറക്റ്റ് ആയിട്ട്. എന്നാടീ ഇത്? വാവ്, എന്നെ കാണിച്ചേ. എന്റെ അവസ്ഥ നോക്കിക്കേ, എന്റെ കോലം കണ്ടോ? എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. പക്ഷെ നോക്കി, എന്റെ മുടിയിലും
ഒക്കെ നോക്കി മുടി ഇതാ ഒരാൾ ഓടി വരുന്നു. അടിപൊളിയാട്ടോ. നോക്കി ബാക്കിലേക്ക്. ആഹാ, ഒരാള് ഹാൻഡ് വാമർ ഒക്കെ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. മേരി ക്രിസ്മസ്. ഇതാ ഇവിടെ ഒരാള് ഹാൻഡ് വാമർ ആയിട്ട് വന്നിട്ടുണ്ട്. എവിടെ ഹാൻഡ് വാമർ കാണിച്ച്? ഓ, അപ്പൊ ഇതിടുവാണെങ്കിൽ നമുക്ക്. ഓ, അപ്പൊ ഗ്ലൗസിന്റെ ആവശ്യം വരില്ല. ഓഹോ, കണ്ടു. ഞങ്ങൾ എല്ലാവരും ഗ്ലൗസ് ഇട്ടു, അപ്പൊ മാത്രം ഗ്ലൗസ് ഇട്ടിട്ടില്ല. നോ എടുത്ത് അപ്പക്കിട്ട് ഒരു എറി കൊടുത്തേ ജാക്കി. നമുക്ക് അപ്പേനെ കുളിക്കണം. ദേ ജോയ്ക്ക അവിടെ കിടക്കില്ല. അയ്യ, അത് റോഡാണ് ഇറക്കാ. ഇവിടെ കിടക്കണോ? അവിടെ കിടന്നോ? ജോയാക്കിന്റെ റെഡ് ആവാൻ തുടങ്ങിയിട്ട് ജോയാക്കിന്റെ സ്നോ മൂക്കൊക്കെ. സ്നോ ആഫ്റ്റർ 2 years അല്ലേ? കഴിഞ്ഞ വർഷം സ്നോ കുറവായിരുന്നു. ഞങ്ങളുടെ ഒരു കുഞ്ഞ് സ്നോമാൻ ആട്ടോ. സ്നോമാൻ അത് എഴുതി വെക്കേണ്ടി വരും. ജോനും ജയിക്കുമ്പോ ഇവിടെ ഐസും. എവിടെ ഐസാണോ വെക്കുന്നേ? ആ, നോസ് വെച്ചു ജയിക്കും ജോനു. ദേ ജോക്കുട്ടിയുടെ സ്നോമാൻ കണ്ടു എല്ലാവരും. അത് കാണിച്ച സ്നോമാനെ. ദാ ഇതാണ് ജോക്കുട്ടിന്റെ. കണ്ടോ എന്തൊട്ട് സ്നോമാനാന്നാവോ. ബട്ട് ജോക്കുട്ടി ഉണ്ടാക്കിയ സ്നോമാനാട്ടോ. ബ്യൂട്ടിഫുൾ അല്ലേ ജോക്കുട്ടിന്റെ? ഇത് ബ്യൂട്ടിഫുൾ അല്ലേ ഈ സ്നോമാന്? ജോക്കുട്ടി എന്നെടുക്കാൻ പോവാ? ഇനി എടാ സ്നോമാനെ കളഞ്ഞു അവൻ. ചോക്കുട്ടിന്റെ സ്നോമാൻ എവിടെ പോയി? ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് ഓടി. അവിടെ കണ്ടോ പട്ടീനായിട്ട് നടക്കുന്നേ. ഇവിടെ നമ്മള് കുട്ടികളെ ആയിട്ട് നടക്കുന്നു, അവിടെ ദാ പട്ടിയായിട്ട് നടക്കുന്നു. അയ്യോ രസാട്ടോ. നോക്കി ഈ ട്രീ ഒക്കെ. എനിക്ക് ഇവിടെ ആട്ടോ ഒത്തിരി ഇഷ്ടപ്പെട്ടെ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. സ്നോ ഭയങ്കരമായിട്ട് വന്നോണ്ടിരിക്കും കേട്ടോ. സ്നോ മൂർച്ഛിച്ചോണ്ടിരിക്കുമെന്ന് പറയുന്ന പോലെയാ. നമ്മുടെ വണ്ടി നമ്മൾ ഓണാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാ എത്ര കട്ടിയായി എന്ന് പറയാവേ. ഇതായത് കണ്ടു, ഇവിടെ കാണാൻ പറ്റും. ഇതത്രയും ആയി. ഓക്കെ, ഇതേ ഇവിടെ ജോനു. ദൈവമേ, റോഡിലാട്ടോ കളിക്കുന്നേ. സ്നോമാൻ. ഞങ്ങൾ ചെറുതായിട്ടൊരു സ്നോമാൻ ഉണ്ടാക്കിയായിരുന്നു അല്ലേ ജോനു? സ്നോ തിന്നോണ്ടിരിക്കുവാണോ? ആ, അതെ ജോയാക്കി സ്നോ തിന്നുവാ. വാവ്, നല്ല ഉണ്ട് കേട്ടോ. നോക്കി, ഇത് ഐസാണോ? ഇത് സ്നോ അല്ല അല്ലേ? കൊച്ചു ഉദ്ദേശിച്ച പോലെ അല്ല. ഇത് സ്നോ അല്ല. നമുക്ക് കാർ ക്ലീൻ ചെയ്ത് പോയാലോ? അപ്പൊ ക്ലീൻ ചെയ്യുന്ന സാധനം ഉണ്ടോ? ഓക്കെ ജോനു ജയിക്ക്, നമുക്ക് കാറിൽ പോയാലോ ഒരു ട്രിപ്പ്?
സ്നോയോ പോകണ്ടേ? ആ അവർക്ക് കളിച്ചാ മതി. ഞാൻ പറഞ്ഞായിരുന്നു KL07 നമ്മുടെ ലൈസൻസ് പ്ലേറ്റ് പുതിയത്. കാറ് ക്ലീൻ ചെയ്യാനായിട്ടുള്ള മറ്റേ ആ സാധനം എടുക്കാൻ പോവാ. ക്ലീൻ ചെയ്യുന്നേ എന്താ ജോയ്ക്കും? ഇത് നോക്കിക്കേ, ഇവിടെ ജോയാക്കിം ഐസ് തിന്നോണ്ടിരിക്കുന്നു. ദൈവമേ, ജോയാക്കിം ഐസ് കഴിച്ചോണ്ടിരിക്കുന്നു. ഇടി നല്ലാടി, കഴിച്ചോ. മേലേന്ന് വരുന്ന സ്നോ കഴിച്ചോ, കുഴപ്പമില്ല, നല്ലതാ. യമ്മിയല്ലേ ശരിക്കും, നമ്മുടെ ഐസാ. ഇടി എന്റെ മേത്ത് വെച്ചേക്കുന്ന കാണുന്നു. എന്റെ മേത്ത് മൊത്തം ജോയാക്കിം ഐസ് ഇട്ടേക്കുവാണ്. നോക്കിക്ക്, ദേഹം മൊത്തം, എന്റെ മേത്ത് മൊത്തം എറിയോ ഐസ് മൊത്തത്തില്. ഈ സാധനങ്ങള് ഇവിടെ നോക്കി. ജോനു ക്ലീനിങ്ങിലാ, ഭയങ്കര ക്ലീനിങ്ങിലാണ്. ക്ലീൻ ചെയ്യാനുള്ള ഇപ്പൊ ആര് ക്ലീൻ ചെയ്യും എന്നുള്ള ഒരു തീരുമാനത്തിലായിട്ടില്ല കേട്ടോ. എന്റെ കൊച്ചു നോക്കി റോഡൊക്കെ ക്ലീൻ ചെയ്യുക. വാ, അതാണ് അജി അവിടെ കൈ കൊണ്ട് പാവം ക്ലീൻ ചെയ്തോണ്ടിരിക്ക. എടാ അപ്പയ്ക്ക് കൊടുക്കണേ ഇറക്കാ. കണ്ടതേ ആ ക്ലീൻ ചെയ്യോ. ക്ലീനിങ്ങിലാട്ടോ അജി. മേലെ ക്ലീൻ ചെയ്യണോ അപ്പേ? നമുക്ക് വിൻഡോയില് ക്ലീൻ ചെയ്താ പോരെ? ആണോ? തണുപ്പ് ആ ജാക്കി അവന് പറ്റുന്ന രീതിയിലൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലെന്നേ. എനിക്ക് അപ്പൊ എന്റെ പോലെ ഈ സംഭവം ഇടാട്ടോ. ഇതാ ഫ്രണ്ട് ക്ലീൻ ചെയ്തോണ്ടിരിക്കും. നോക്കി പാവോട്ടാച്ചി. ശരിക്കും ഞങ്ങള് മിനിയാപോളിസില് ഞങ്ങള് മിനിയാപോളിസിലാട്ടോ വന്നതേ. അപ്പോ ഭയങ്കര അവിടെ എപ്പോഴും സ്നോയാ കേട്ടോ. അവിടെ നിന്ന് പോയിട്ട് ഈ വെർജീനിയയിൽ വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഒട്ടും സ്നോ ഇല്ലായിരുന്നില്ല. ബട്ട് ഈ പ്രാവശ്യം അതിന് വേണ്ടി ജോനുവിനും ജാക്കിമിനും കളിക്കാൻ പറ്റുന്ന അത്ര സ്നോ ആയി. ആ ജോക്കുട്ടി അവിടെ ടയറ് ക്ലീൻ ചെയ്യുവാ അല്ലേ? കണ്ടോ എന്തൊരു കഷ്ടപ്പാടാ. ദൈവമേ, അപ്പ അവന്റെ മേത്തേക്കാ. ജോക്കിം ബാക്കില് കാറ് വരും, സൂക്ഷിക്കണം കേട്ടോ. ബാക്കിലേക്ക് പോകണ്ട കേട്ടോ. ഇങ്ങനെ ഒന്ന് വിചാരിച്ചു നോക്കിയാൽ എല്ലാ ദിവസവും സ്നോ പെയ്യുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ എപ്പോഴും ക്ലീൻ ചെയ്യണം. ഇതിപ്പോ ഫ്രഷ് ആയിട്ടുള്ള സ്നോ ആയതുകൊണ്ടാട്ടോ ഇത്ര ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നത്. ഇതിപ്പോ ഒരു നാളെയാണ് നമ്മൾ കാർ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്നോ എല്ലാം ഭയങ്കര ഐസും കട്ട പോലെ ഇരിക്കും. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്കത് ക്ലീൻ ചെയ്തിട്ട് പോവാന്. അപ്പൊ ജോലിക്കൊക്കെ ഇറങ്ങുവാണെങ്കിൽ ഒരു അരമണിക്കൂറിന് മുന്നേ ഇതിന് വേണ്ടി മാത്രം നമ്മൾ ഇറങ്ങേണ്ടി വരും. അതൊക്കെ ഒരു ഭയങ്കര കഷ്ടപ്പെട്ട പണിയാണ് ഇവിടെ. ചുമ്മാ ആദ്യത്തെ ദിവസം സ്നോ കാണാനൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. ശരി, 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ എല്ലാവർക്കും മടുക്കും. ജോനു അകത്തിരിക്കുവാണേ. അവക്ക് കൈയൊക്കെ തണുത്തു. അപ്പൊ ഹീറ്റർ ഇട്ട് അകത്തിരുത്തിക്കുവാ. ഞാക്ക് തനിക്ക് തണുക്കുന്നില്ലേടോ? എടോ അവന് തണുക്കുണ്ടോ? അവന്റെ കാലിലൊക്കെ കേറി തണുക്കുണ്ടോ? അന്ന് അകത്ത് കഴിക്കോ. ഗോ ഇൻസൈഡ്, പുറത്ത് അകത്തേക്ക് നോക്കോ. നോയാണോ പറയുന്നേ? എന്നിട്ട് നീ കരയാൻ പോവാണല്ലോ. അവിടെ അപ്പൊ അടിപൊളി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. സൂപ്പർ. ഒരാള് അകത്തിരിക്കുക. ദൈവമേ, അത് വേറെ ആരുടെയോ കാറാട്ടോ. നമ്മളങ്ങനൊന്നും ഇരിക്കാൻ പാടില്ല കേട്ടോ. ജോക്കുട്ടി വാ, ഓടി വാ. ജോക്കുട്ടി വാ, കേറ്. നമുക്ക് സ്നോയില് ഡ്രൈവിന് പോയാലോ? അവന് എപ്പോഴും ക്ലീൻ ചെയ്തോണ്ടിരിക്കുക. ഇവിടെ കാറ് മൊത്തം ഇപ്പൊ വൃത്തികേടാവട്ടെ. നോക്കി മൊത്തത്തില് തണുത്തിരിക്കുക. ആ നിലവിളി ശബ്ദം വന്നിടൂ, ആ ഹീറ്റർ വന്നിടൂ. ജോക്കുട്ടി എങ്ങനെയുണ്ട്? ജോക്കുട്ടിക്ക് ഹാപ്പി ആയോ? സ്നോ മോഡ് ഇടാൻ പോവാ.
ആ ഇവിടെ കാറിന്റെ സ്നോ മോഡ് ഇടാൻ പോണ കാണിച്ചു തരാം കേട്ടോ. എവിടെ സ്നോ മോഡ് ഇട്ടത്? സ്നോ മോഡ് ഇട്ട് കേട്ടോ. സ്നോന്ന് ഇരിക്കുന്നുണ്ടോ? ആ മോഡ് ഇട്ട് വേണം ഓടിക്കാൻ അല്ലേ? നമുക്ക് കാണാം എങ്ങനെയായിരിക്കും സ്നോയിലത്തെ ഡ്രൈവ്. സ്നോയില് ഡ്രൈവ് ഇല്ലാതെ നമുക്ക് എന്താ ആഘോഷം? നമ്മളുടെ ചാനൽ തന്നെ ഡ്രൈവ് ആണ് നമ്മളെ മെയിൻ അല്ലേ ജോയ്ക്ക്? നമ്മളുടെ ഹോബീസ് എന്താ ജോയ്ക്ക്? യാത്ര പോവാ, അതാണ് നമ്മളുടെ ജീവിതത്തിന്റെ ഒരു എയിം. എല്ലാവരും ഭയങ്കര സ്ലോയിലാട്ടോ ഡ്രൈവ് ചെയ്യുന്നത്. കാരണം എന്താണെന്നറിയാമോ? വണ്ടി നിക്കുന്നില്ല, വണ്ടി ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്കിഡ് ചെയ്യുവാണേ. ആണോ? നമ്മുടെ ടയർ മാറ്റാറായി കേട്ടോ. അതിന്റെ ഒരു ഫസ്റ്റ് സിംറ്റം ആണത്. നോക്കി, പിന്നെ കുറച്ച് സ്നോ ഒക്കെ ഇങ്ങനെ പെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നിർത്തി നോക്കി. നിക്കുന്നില്ല, ഒരു സൗണ്ട്. സ്നോവിന്റെ സമയത്ത് ഭയങ്കര ആക്സിഡന്റ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ഭയങ്കര ഒരു ചാൻസസ് ഉണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് നമ്മളെപ്പോഴും ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം ഡ്രൈവ് ചെയ്യുമ്പോൾ. എനിക്ക് ഇന്ന് ഡ്രൈവ് ചെയ്തിട്ട് പോകാൻ എനിക്കൊരു പേടിയുണ്ട് ഒറ്റയ്ക്ക്. ജി എന്നെ കൊണ്ട് ആക്കി തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാനൊന്ന് ഇറങ്ങി കേട്ടോ, സ്നോ ഫ്ലോ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാട്ടോ. ദാ ഇവിടെ സ്നോ ഒക്കെ വരുമ്പോ ഉണ്ടല്ലോ ക്ലീൻ ചെയ്യുന്ന ആ വണ്ടിയാട്ടോ ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നേ. അതിന് സ്നോ ഫ്ലോ എന്നാ പറയുന്നേ. ദാ ഇവിടെ ഉണ്ട്, ഇവിടെ കിടക്കുന്നുണ്ട്. കുറച്ചും കൂടെ സ്നോ ഇനി ഇപ്പൊ അവര് ക്ലീൻ ചെയ്യാൻ തുടങ്ങുമായിരിക്കും. കണ്ടോ ഈ കിടക്കുന്ന വണ്ടി കണ്ടോ? ഇതാ സംഭവം. ഇത് റോഡിലത്തേക്ക് സ്നോ മൊത്തം ഇത് ക്ലീൻ ചെയ്യും. നല്ല രസമായിരിക്കും. അത് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ വടിച്ചു കൊണ്ടുപോയി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കൂട്ടിയിടും. കണ്ടോ? ഇതാണ് ആ വണ്ടി. അതൊരു ട്രക്കാണ്. ട്രക്കിന്റെ ഫ്രണ്ടിൽ ഈ ഒരു സംഭവം വെച്ചിരിക്കുന്നു. എന്നിട്ട് അതിങ്ങനെ വടിച്ചോണ്ട് പോകും. അങ്ങനെ കണ്ടോ? ഇവിടെയൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ ആരോ സ്നോമാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ കുഞ്ഞു സ്നോമാൻ. അവിടെ ആളുകളൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ പാത്വേ ഒക്കെ ക്ലീൻ ചെയ്യുക. കണ്ടോ? നമ്മൾ ദൂരെ ഞാൻ കാണിച്ചു തരാം. ഇവര് മൊത്തം ക്ലീൻ ചെയ്യുന്നുണ്ടോ? അങ്ങനെ നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തി കേട്ടോ അല്ലേ? ജാക്കിം ബൈ പറയുന്നില്ലേ? ജാക്കിമിന് ഇനിയും കളിക്കണം. ഇനി നമ്മൾ വീട്ടിൽ പോവാ കേട്ടോ. ഓക്കെ ഗൈസ്, ബൈ, സ്റ്റേ സേഫ്.